ഹായ്. ഇന്ന് കുട്ടികൾ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ അവർക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ വീടിന് തൊട്ടടുത്ത് ഒരു സ്ഥലമുണ്ട്, നമ്മൾ അധികം കാണാത്തൊരു സ്ഥലമാണ്, ആരും അങ്ങനെ അങ്ങോട്ട് പോവാറില്ല, അവിടെ യക്ഷി ഉണ്ടെന്നൊക്കെ പറയാറ്, യക്ഷി പറമ്പ് എന്നൊക്കെയാണ് പറയാറ്, നമ്മൾ അങ്ങോട്ടൊന്നും പോവാറില്ല. പറഞ്ഞ് നമുക്കൊന്ന് പോയി നോക്കിയാലോ, അഥവാ ഇനി നമുക്ക് യക്ഷിനെ കണ്ടാലോ പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര അതിന് തൊട്ട് മുന്നേ വരെ അറിയായിരുന്നു പോവാൻ എങ്ങടെയെങ്കിലും ഒന്ന് പോകണം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി. അപ്പോൾ ഇത് വീടിന് തൊട്ട് മുകളിലുള്ളൊരു സ്ഥലമാണ്, അങ്ങോട്ട് അധികം ആരും പോവാറുമില്ല. ഞാൻ അതിന് താഴെ വരെ പോയിട്ടുള്ളൂ, പിന്നെ മുകളിലേക്കൊന്നും ഞങ്ങളാരും കയറി പോയിട്ടില്ല. ഇപ്പോൾ ഒരു കുന്നിൻ പ്രദേശമാണ്, പക്ഷേ ഇപ്പോൾ ഒക്കെ കുന്ന് ഇടിച്ചിടിച്ചിടിച്ച് അവിടെയൊക്കെ വീടുകൾ പ്ലോട്ടുകളൊക്കെ മുറിച്ച് വിറ്റ് അവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര നല്ല വലിയ വീടുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് അവിടെ ഒരു ടൗൺഷിപ്പ് പോലെ ഏകദേശം 5-6 വീടുകൾ ഒപ്പം വന്ന കാരണം ഒരു വില്ല പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ആംബിയൻസാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ ഇതിന് തൊട്ട് മുകളിൽ ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ തൊട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. ഇവിടെ ഒന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല, ഞാനും ഇങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇത് കുട്ടികൾ ആദ്യമായിട്ടാണ് വരുന്നത്, ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനത്തെ സ്ഥലം ആദ്യമായിട്ടാണ് വീടിന് തൊട്ടടുത്ത് കാണുന്നത് പോലും. പക്ഷെ ഇവിടുന്ന് താഴത്തേക്ക് നോക്കിയാൽ താഴ്ഭാഗത്തായിട്ടാണ് നമ്മുടെ വീട്, പക്ഷെ താഴത്തേക്ക് നോക്കി നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. സൺസെറ്റ് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഇത് കാണാതെ നടക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ കുട്ടികൾ വാശി പിടിച്ചപ്പോഴാണ് ഈ സ്ഥലത്തേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര താല്പര്യത്തോടു കൂടി അവർ മുന്നേ നടന്ന സ്ഥലം പോലെയാണ് ഇപ്പോൾ ഈ പോകുന്നത്. മൂത്താൾ മുന്നിൽ പോകുന്നുണ്ട്, രണ്ടാമത്താൾ പിന്നെ കുറച്ച് പേടിയോട് കൂടി പിന്നിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് നോക്കുന്ന വീടുകൾ കണ്ടില്ലേ, ഈ വീടുകളൊന്നും ആൾത്താമസമില്ലാത്ത വീടുകളാണ്, ഒക്കെ പണിതിട്ട് കിടക്കുന്ന വീടുകളാണ്, ഇവിടെ ഒന്നും ആരുമില്ല. ഞങ്ങൾ പറഞ്ഞ പറമ്പിലേക്ക് ഇങ്ങനെ എത്തുകയാണ്. നോക്കുമ്പോൾ ഒരു അതിവിശാലമായൊരു പറമ്പാണ് കേട്ടോ. അതിൻ്റെ നടുവിൽ മാത്രം ഒരു അക്കേഷ്യമരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു വലിയൊരു ഗ്രൗണ്ട് ഒഴിഞ്ഞ് കിടക്കുന്നതിന് ചുറ്റിലും മരങ്ങൾ, നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ ഫോട്ടോസൊക്കെ കുട്ടികളെടുത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു വിശാലമായ ഗ്രൗണ്ട് പോലെ ഇങ്ങനെ വലിയൊരു പറമ്പ്, അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു ഒറ്റമരം നിൽക്കുന്നു, ചുറ്റിലും ഇങ്ങനെ കാട് പോലെ മരങ്ങൾ. അത് ആ ഭാഗത്ത് ഒരു ഗ്രൗണ്ട്, കാടെന്ന് പറയുന്നത് അപ്പുറത്ത് സ്കൂൾ പറമ്പാണ്. അവിടെ ഒരു സ്കൂളുണ്ട്, ചെറിയൊരു സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ പറമ്പുകളാണ്. ഇവിടുന്ന് 2 ദിവസം മുന്നേ കുരങ്ങന്മാരൊക്കെ വന്നിരുന്നു, വീടിൻ്റെ മതിലിൽ കുരങ്ങന്മാർ ഇരിക്കുന്നൊക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് വന്നതായി. പിന്നെ പന്നികളെ ശല്യമൊക്കെ ഉണ്ട്, ഒക്കെ ഇവിടുന്ന് ഇറങ്ങുന്ന സംഭവം. കടുവയും പുലിയൊന്നും ഇല്ല, ഞാൻ മതിയായിരുന്നു. അതിങ്ങനെ നോക്കുമ്പോൾ സൺസെറ്റ് കാണാനുണ്ട്, ഭയങ്കര ഭംഗി. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഭംഗിയാ. പക്ഷേ ഈ കുന്നൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് ആൾക്കാരിങ്ങനെ പകുതിക്ക് മുറിച്ച് വിറ്റിട്ട് ഇങ്ങനെ ഇവിടെ വീട് വയ്ക്കാനുള്ളൊരു ആലോചനയിലാണ്. അപ്പോൾ ഇങ്ങനെ കുന്നൊക്കെ പകുതി ഇടിഞ്ഞിട്ട് അപ്പുറത്ത് ഭാരതപ്പുഴയാണ് കേട്ടോ. അപ്പുറത്ത് ഈ കുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഭാരതപ്പുഴയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി നിന്നാൽ കണ്ടില്ലേ സൺസെറ്റ് എന്ത് ഭംഗിയാണ്. അവിടെ നിന്ന് നോക്കിയാൽ ഭാരതപ്പുഴ കാണാം. പക്ഷേ ഈ കുന്ന് മുറിച്ച് കിടക്കണം, ഈ കുന്ന് മുറിച്ച് കിടക്കാൻ നമുക്ക് അത്ര പരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ നമ്മുടെ കൂടെ ആരും ഇല്ല, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരാൾ പശുവിനെ കെട്ടാൻ വന്നിരുന്നു. അപ്പോൾ അയാളോട് ചോദിച്ചിരുന്നു ഇനി അപ്പുറത്തേക്ക് പോകാനുള്ള വഴി ഏതാണ്. ഇവർ പറഞ്ഞു അവിടെ വഴിയുണ്ട്, ധൈര്യമായിട്ട് പോയിക്കോ, അങ്ങനെ പോയിക്കോ പറഞ്ഞു. പക്ഷേ എനിക്ക് പേടി. ഞാൻ പറഞ്ഞു അവിടെ വഴിയൊന്നും, ഞാൻ ഇന്നലെയും പോയതാണ് ഇതിൽ കൂടെ പറഞ്ഞു, പക്ഷേ എനിക്ക് പേടി ഇതിൽ കൂടെ പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ടൊന്നും റിസ്ക് എടുത്തില്ല, തിരിച്ചു പോരുകയാണ്. തിരിച്ച് പോരുമ്പോൾ സൺസെറ്റ് നോക്കിയൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ചെറിയ ചെറിയ വഴികൾ, ആളുകൾ കയറിപ്പോയിട്ട് ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ട്. ഈ ഒരു സാധനം അവിടെ കാണാം, എന്താ സാധനം എന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു നായക്കൊരണയുടെ സംഭവമാണോ എന്ന് വിചാരിച്ചു. കുട്ടികളോട് തൊടണ്ടെന്ന് പറയും, അപ്പോൾ അവരത് ക്ലിയറായിട്ട് ഫോട്ടോ എടുത്ത് നോക്കുകയാണ്.